നമസ്കാരം. ഇറാന്റെ ജലപ്രതിസന്ധിയിൽ ഇടപെടാനെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ. എന്തെന്നാൽ സ്വന്തം രാജ്യത്ത് 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും കാണാനുള്ള കണ്ണ് നെതന്യാഹുവിനില്ല. ഗാസയിലെ പട്ടിണിയും ദാരിദ്ര്യവും വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ വിശന്ന് വലയുന്ന കുഞ്ഞുങ്ങൾ, കൊടും പട്ടിണിയിൽ വലയുന്ന ജനത. പക്ഷേ ഇതൊന്നും കാണാനുള്ള കണ്ണ് നെതന്യാഹുവിനില്ല. അതായത് ഗാസയിലെ ജനങ്ങൾ വെള്ളം പോലും നിഷേധിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിലേക്ക് വെള്ളം എത്തിക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പെഷഷ്കിയാൻ വ്യക്തമാക്കുന്നത്. നെതന്യാഹുവിന്റെ വാഗ്ദാനത്തെ ഒരു ദിവാസ്വപ്നമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇത് ഇറാനോടുള്ള കപടമായ അനുകമ്പയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ഉപരോധവും അതിന്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗാസയിലെ ജനങ്ങൾക്ക് കുടിവെള്ളവും മരുന്നും ഭക്ഷണവും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇറാനെ സഹായിക്കാമെന്ന് പറയുന്നത് വെറും ഇരട്ടത്താപ്പുമായി മാത്രമേ കാണാൻ സാധിക്കൂ. ഇറാൻ ഇപ്പോഴത്തെ ഭരണത്തിൽ നിന്നും സ്വതന്ത്രമാകുമ്പോൾ ജലക്ഷാമം പരിഹരിക്കാൻ സഹായിക്കാമെന്നും നെതന്യാഹു ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വരുന്നത്. അടുത്തിടെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേലും ആളപായമുണ്ടായി. വർഷങ്ങളായുള്ള വരൾച്ചയും ജലം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാത്തത് മൂലം ഇറാൻ കടുത്ത ജലപ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ പ്രതിസന്ധി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭാവിക്കും ഒരുപോലെ ഭീഷണിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിന്റെ സഹായ വാഗ്ദാനം കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നിലവിലെ ശത്രുത കണക്കിലെടുക്കുമ്പോൾ ഈ സഹായ വാഗ്ദാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ജൂണിൽ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളിൽ സൈനിക മേധാവികൾ ഉൾപ്പെടെ 1000-ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ 28 പേരും കൊല്ലപ്പെട്ടു. വർഷങ്ങളായുള്ള വരൾച്ചയും ജലത്തിന്റെ കാര്യക്ഷമമല്ലാത്ത പരിപാലനവും മൂലം ഇറാൻ കടുത്ത ജലപ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗുരുതരവും അചിന്തനീയവുമായ പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ എന്ന് പെഷഷ്കിയാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച